നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഡിയർ ഫ്രണ്ട്സ്, ഉല്ലാസവും ആഹ്ലാദവും നിറഞ്ഞ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടപ്പെടാത്തവർ ആരാ? കഥകൾ കാണുവാൻ കൂടി കഴിഞ്ഞാലോ? ആ കഥകൾ നമുക്ക് നല്ലതായി മാറിയാലോ? കാണാം കാട്ടിലെ കൂട്ടുകാർ. അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ വൈകിട്ട് വരൂ. എന്തെങ്കിലും അത്യാവശ്യം കാണും. നമുക്കെന്ത് അത്യാവശ്യം ഇല്ലാഞ്ഞിട്ടാ മോട്ടു? അത് ശരിയാ, പക്ഷേ പപ്പീസും ബീലിയും ഒക്കെ വീട്ടിലെ പണികളൊക്കെ തീർത്തു വെച്ചിട്ട് വേണ്ടി വരാൻ. നമുക്കൊന്നും പണിയില്ലാഞ്ഞിട്ടാണ്. നിനക്കറിയാം മോട്ടു, ഞാൻ ഇന്ന് എത്ര നേരത്തെ എണീറ്റതെന്ന്? അപ്പൊ ഗംഭീർ ഇന്ന് വൈകിയാണോ എഴുന്നേൽക്കുന്നേ? അതല്ലെന്ന്, കോളേജിൽ പോണ്ട ദിവസം നേരത്തെ എഴുന്നേക്കും. ഇന്ന് വമ്പൻ സാറിന്റെ വീട്ടിൽ പോണെന്നുള്ളത് കൊണ്ടാ അല്പം കൂടി നേരത്തെ എഴുന്നേറ്റത്. ഞാനേ എന്നും 4 മണിക്ക് എഴുന്നേക്കും. അല്പം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് പഠിക്കും. കുറച്ചു നേരം അമ്മയെ സഹായിക്കും. അയ്യോ, ഇത്ര നേരത്തെ ഒന്നും ഞാൻ എഴുന്നേക്കില്ല. പഠിക്കാനുള്ളതുണ്ടല്ല, രാത്രി അങ്ങോട്ട് ഇരുന്ന് പഠിക്കും. രാത്രി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാകുക രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോഴാ. നേരാണ് മോട്ടു? അതേന്ന്. രാവിലെ പഠിച്ചു കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് കോളേജിൽ പോകാൻ ഒരു പ്രത്യേക സുഖം എന്റെ ഗംഭീരേ. രാവിലെയുള്ള തണുപ്പുണ്ടല്ലോ, എഴുന്നേക്കാൻ ഭയങ്കര വിഷമാണ് കേട്ടാ. അതൊക്കെ 2 ദിവസം കൊണ്ട് ശരിയാവും. ഓ മോട്ടു, ഞാൻ പോവാട്ടാ. എത്ര നേരം വെച്ച് ഇവിടെ ഞാൻ കാത്തിരിക്കണത്? അതും ശരിയാ, വമ്പൻ സാറ് നമ്മളെ കാത്തിരുന്ന് മടുത്തു കാണും. ഓ എന്ത് ചെയ്യാനാ, നമുക്ക് വമ്പൻ സാറിന്റെ വീട്ടിൽ പോയാലാ? അത് ശരിയാണോ? ഇന്നലെ കോളേജിൽ നിന്ന് കപിലും പപ്പീസും പറഞ്ഞതല്ലേ അവരെ കൂട്ടിയേ പോകാവൂ. ശരി തന്നെയാണെന്ന്, പക്ഷെ അവരെ കാത്തു നിന്ന് നമ്മുടെ സമയം പോവും. വമ്പൻ സാർ നമ്മളെ കാണാണ്ട് വിഷമിക്കും ചെയ്യും. അവര് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന് നമ്മൾ അറിഞ്ഞു. അതാ പറഞ്ഞു നമുക്ക് പോയാലോന്ന്. എന്തായാലും ഇത്രയും നേരം കാത്തതല്ലേ, കുറച്ചു നേരം കൂടി നമുക്ക് കാത്തു നോക്കാന്നേ. എന്ത് ചെയ്യാ നോക്ക്. സാരമില്ലെന്നേ. അവന്മാരുടെ കൂട്ടത്തിൽ കൂടുന്നതിന് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അവന്മാർക്ക് എന്താ ഒരു അഹങ്കാരം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് വമ്പൻ സാറിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. പക്ഷെ അവരെ നമ്മളെ കാത്ത് അവിടെ ഇരുന്ന് വേര് പിടിച്ചു കാണും. അവിടെ ഇരിക്കട്ടെ, നമുക്ക് വമ്പൻ സാറിന്റെ പിറന്നാളിന് ആദ്യം എത്തണം. അതെന്തായാലും സൂപ്പറായി കേട്ടോ. ആദ്യം നമ്മൾ എത്തിയ വമ്പൻ സാറിനോട് കൂടുതൽ സ്നേഹവും ഇഷ്ടവും നമുക്കാണെന്ന് വിചാരിക്കും. വമ്പൻ സാറിന് നമ്മളെക്കാൾ ഒരു ഇത് ആ ഗംഭീറിനോടും മോട്ടുവിനോടുമാ. ആ ഒരു ഇത് ഇന്നത്തോടുകൂടി ഇല്ലാതാവും. അവര് നമ്മളെക്കാൾ മുമ്പ് വമ്പൻ സാറിന്റെ വീട്ടിലെത്താതിരുന്നാ മതിയായിരുന്നു. എവിടെ എത്താനാ കവിലെ? അവരിപ്പം നമ്മളെ കാത്ത് അവിടെ ഇരിക്കും. നമ്മൾ ആ സമയം കൊണ്ട് വമ്പൻ സാറിന്റെ വീട്ടിലെത്തുന്നു, സമ്മാനം കൊടുക്കും. എന്നിട്ട് ബാക്കി പ്ലാൻ പറ പപ്പീസേ, കേക്കട്ടെ. നമ്മൾ പോകുന്ന വഴിക്ക് അവരെ കണ്ടെന്നും അവര് കളിക്കാൻ പോയതാണെന്നും അതാ വൈകുന്നതെന്നും കള്ളം പറയുന്നു. അതിപ്പോ വമ്പൻ സാർ വിശ്വസിക്കുമോ? പിന്നില്ലാതെ അവരെ വമ്പൻ സാർ വെറുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്താണ് കപിൽ? നടന്നു കണ്ടാ മതി പപ്പീസേ. ഐഡിയ കപിൽ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഈ ഊടുവഴി പോയാൽ വമ്പൻ സാറിന്റെ വീട്ടിലേക്ക് വേഗം എത്താം.
ഇതിലെയോ ഡേഞ്ചറാ പപ്പീസേ. അതെന്താ ഈ വഴിക്ക് എന്താ കുഴപ്പം കപിൽ? എന്താ കുഴപ്പമെന്നോ? ആകെ ചെരിഞ്ഞ് ചെങ്കുത്തായ സ്ഥലമാ, മര്യാദക്ക് വഴി പോലുമില്ല. അല്ലെങ്കിലും നമ്മൾ നേരായ വഴിക്കല്ലല്ലോ സഞ്ചരിക്കുന്നത്. ഓ അതല്ലാന്ന്, ഇതിലെ വമ്പൻ സാറിന്റെ വീട്ടിലേക്ക് പോക്ക് റിസ്ക് പപ്പീസേ. എടോ അല്പം റിസ്ക് എടുക്കണം, എങ്കിലേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ. എന്നാ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ വമ്പൻ സാറിന്റെ മുമ്പിൽ ആളാകണ്ടേ. ഓ എങ്കിൽ തുടങ്ങാം. അമ്മോ, അയ്യോ, നോക്കി ഇറങ്ങണേ. ദേ സൂക്ഷിച്ചും കണ്ടിറങ്ങണേ. എന്തെങ്കിലും പറ്റിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ വഴിക്ക് വരണ്ടെന്ന്. ഓ ഇവന്റെ ഒരു കാര്യം. കപിലെ നീ പേടിക്കാതെ ചുമ്മാ നടന്നേ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടി നടന്ന് പരിചയമില്ലെന്നേ. പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെയല്ലേ നടക്കാറ്. എടോ ഇങ്ങനെയാ പരിചയമാകുന്നത്. സൂക്ഷിക്കണം പപ്പീസേ. നീ സൂക്ഷിക്കും, നിനക്കല്ലേ പേടി. വഴി അത്ര സുഖമല്ലാത്തത് കൊണ്ടാ പപ്പീസേ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മോ. പപ്പീസേ, പപ്പീസേ, അയ്യോ, പപ്പീസേ, അയ്യോ, ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. പിടിച്ചു വലിച്ച് കേട്ടടോ. അയ്യോ ഇതാ പിടി പിടി, പപ്പീസന്റെ കൈ പിടിക്ക്. പോരട്ടെ, പോര് പോര്. അയ്യോ പിന്നെയും പോയി. കൈ പിടിക്ക്, കൈ പിടിക്ക്. എവിടെ നിന്റെ കൈ? പിടി പിടി, ഇങ്ങോട്ട് നീട്ടി പിടി. എന്തൊരു ഭാരം. കാലൊടിഞ്ഞു വന്നാ തോന്നുന്നേ. അയ്യോ പപ്പീസേ, എനിക്ക് വയ്യ, നിന്നെ കയറ്റാൻ എന്നെ കൊണ്ടാവൂല. ഓ എടോ, ഈ ആപത്ത് സമയത്തെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇവരിതെവിടെ പോയി? കഷ്ടം. ഹോ, സാറേ, അവരെ കാണുന്നില്ലല്ലോ. അവർ വരും പീലി. എത്ര നേരമായി സാറേ അവരെ കാത്തിരിക്കുന്നു. വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ കാണുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ. എന്നാലും ഇത്രയും നേരോ? പെരുന്നാളെ വലിയ ആഘോഷമൊന്നും ഇല്ലാതെയല്ലേ നടത്തുന്നത്. അതുകൊണ്ട് ചിലപ്പോ അവര് വിചാരിച്ചു കാണും വൈകുന്നേരം വരാമെന്ന്. എന്തായാലും സാറ് വിളിച്ചതല്ലേ, അവര് വരാത്തത് ശരിയായില്ല. അവര് വരും. പീലി അടങ്ങിയിരി. അവന്മാര് പറ്റിച്ചാലും നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയത് നന്നായി. അതെ അതെ, സാറിന് ഗിഫ്റ്റ് കൊടുക്കാതെ എന്ത് പിറന്നാളാ. പറഞ്ഞു ശരിയാ. എന്താ നിങ്ങൾ വൈകിയത്? മറ്റുള്ളവരെന്തേ? ഒന്നും പറയണ്ട എന്റെ പീലി. സാറ് നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നോ? എന്താ മക്കളെ ഇത്ര വൈകിയത്? എത്ര നേരമായി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. അത് പിന്നെ സാറേ, ഞങ്ങൾ ആ കപിലിനെയും പപ്പീസിനെയും കാത്തിരിക്കുന്നു. എന്നിട്ട് അവരെവിടെ? അവരെവിടെയാന്ന് ആർക്കറിയാം സാറേ. എന്തായാലും നിങ്ങൾ ഇരിക്കേ. ഇതൊന്നും വേണ്ടായിരുന്നു. ഇതൊക്കെ സന്തോഷല്ലേ സാറേ? ഹാപ്പി ബർത്ത്ഡേ സാർ. സന്തോഷം മക്കളെ. എന്റെ സ്റ്റുഡൻസിനെ വർഷത്തിലൊരിക്കൽ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാനുള്ള ഒരു കാരണമാ ഈ പിറന്നാൾ ആഘോഷം. നിങ്ങൾ ഇരിക്കേ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ശരി സാറേ. എന്നാലും അവരെവിടെ പോയി? എവിടെയെങ്കിലും പോട്ടുന്നു. എന്നാലും വമ്പൻ സാറിന്റെ പിറന്നാളിന് അവരെ എത്താത്തത് ശരിയായില്ല. ശരിയാ. എന്താ ചെയ്യപ്പോ? മക്കളെ ദാ പായസം കഴിക്കും. അതെ അതെ,
സാറിനെ പോലെ തന്നെ നല്ല ടേസ്റ്റാ. സാറ് 100 കൊല്ലം ജീവിക്കട്ടെ കേട്ടാ. എന്നാ സാറേ ഞാൻ പൊക്കോട്ടെ, എനിക്ക് ധൃതിയുണ്ട്. ഞാൻ ഇവരെ കാത്തിരുന്ന് ഓ വൈകിയില്ലേ. എങ്കിൽ ശരി. പീലി നേരത്തെ വന്നിരിക്കുന്നതല്ലേ. ആ പറ്റുമെങ്കിലേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണം കേട്ടോ. ശരി സാർ. ഓക്കേ ബൈ ഫ്രണ്ട്സ്. പതുക്കെ. ഓ എന്റെ അമ്മോ, എന്ത് വേദനയാ. ദേ കപിലും പപ്പീസും. ശരിയാണല്ലോ, ഇതെവിടെയായിരുന്നു? ഇതെന്തൊരു കുഴപ്പമുണ്ടല്ലോ. വരൂ വരൂ വാ. വാ, ചോദിക്കാനുണ്ട്. മക്കളെ നിങ്ങൾ എന്താ ഇത്ര വൈകിയത്? നിങ്ങൾ എത്ര നേരം ഞങ്ങൾ കാത്തു നിന്നെന്ന് അറിയാമോ? മക്കളെ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? സാർ ഞങ്ങള് പിന്നെ എന്താ പറ്റിയത്? കാര്യം പറ. സാറേ ഞങ്ങള് സാറിന്റെ അടുത്തേക്ക് നേരത്തെ വന്നതാ. ഓഹോ, എന്നിട്ട്? വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങി വരുമ്പോഴാ ഇവൻ പറഞ്ഞത് ഊടുവഴിയിലൂടെ പോയി സാറിന്റെ മുമ്പിലേക്ക് നേരത്തെ എത്താമെന്ന്. ഞങ്ങൾ അങ്ങനെ ഊടുവഴിയിലൂടെ പോകുമ്പോൾ അതാ ഒരു വേര്, ആ വേരുമേൽ തട്ടി ഇവനിതാ വീണു. ഓഹോ, അപ്പൊ ഇതാണ് വൈകാൻ കാരണം. വീണതല്ലേ, വേദന കാണും. നിൽക്കണ്ട, ഇരിക്കൂ. ചെല്ലൂ. തന്നെ വേണം. ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയതല്ലേ. പതുക്കെ. പോട്ടെ, സാരില്ല. ഇവിടെ ഇരുന്നോ. ഞങ്ങൾ ഈ കൂട്ടുകാരെ പറ്റിച്ച് അവരെക്കാൾ നല്ലവരാകാൻ ശ്രമിച്ചു. മക്കളെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കണ്ട് മനസ്സ് വേദനിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും സ്നേഹിക്കപ്പെടാൻ ചില പ്രത്യേകതകൾ ഉണ്ടാകും. ഈ മോട്ടുവും ഗംഭീറും നിങ്ങളെ സ്നേഹിച്ചു, പക്ഷേ നിങ്ങൾ അവരെ വഞ്ചിച്ചു. എന്തായാലും നിങ്ങൾ എത്തിയല്ലോ. നമുക്ക് ഗംഭീരമായി ഈ പിറന്നാൾ ആഘോഷിക്കണം. അതെ. ആ ഇതാ, ആദ്യം നിങ്ങൾ പായസം കുടിക്കുക, എന്നിട്ടാകാം സദ്യ. നല്ല രുചിയാ കപിലെ, വേഗം കുടിച്ചു. ഇതാ കപിൽ. പപ്പീസേ എടുക്കൂ. താങ്ക് യു സാർ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മുടെ കൂട്ടുകാരെ മനസ്സിലാക്കുക, അവരെ ചതിക്കുഴിയിൽ പെടുത്താതെ നല്ല കൂട്ടുകാരായി ജീവിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ഇനി ഉറ്റ കൂട്ടുകാരായിരിക്കും. വെരി ഗുഡ് മക്കളെ. നിങ്ങളെ ഇങ്ങനെ ഒന്നിച്ച് ഒരു മനസ്സോടെ എന്നും കാണുവാനാണ് എനിക്ക് ആഗ്രഹം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി സാർ. ഗംഭീരേ, നീ ഒരു പാട്ട് പാടുവോ? ഈ പിറന്നാൾ ആഘോഷം ഗംഭീരാവട്ടെ. ആകാശമാകെ കനിമല കുളിരുമായി പുലരി പോൽ വരൂ. ആകാശമാകെ കനിമല കുളിരുമായി പുലരി പോൽ വരൂ. പുതുമണ്ണിന് പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ ഈ കൂട്ടുകാർ നമുക്കൊരു കഥ മാത്രമല്ല പറഞ്ഞു തന്നത്, കാര്യങ്ങളും കൂടിയാണ്. കൗതുകവും നിറങ്ങളും അടങ്ങിയ ഒരു ചെപ്പിലുമുണ്ട് ഒരു കാര്യം. കാണാം മാണിക്യച്ചെപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ചിന്താവിഷയം യഥാർത്ഥ വിജയം എന്നാൽ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യാം. അപ്പം അതിന് വേണ്ടത് ഒരു സ്ക്വയർ പേപ്പറാണ്. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള പേപ്പർ അല്ല വേണ്ടത്. അപ്പം എങ്ങനെയാണ് ഈ പേപ്പർ ആദ്യമേ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിന് ശേഷം ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. അപ്പോൾ A4 വലിപ്പത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പറിനെ നേരെ പകുതിയാക്കി മടക്കുക.
പകുതിയാക്കി മടക്കിയതിന് ശേഷം ഈ മടക്കുപാടിലൂടെ ഇതിനെ മുറിച്ച് രണ്ടാക്കി മാറ്റണം. ഈ വലിപ്പത്തിലുള്ള 2 പേപ്പർ നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് ഒരൊറ്റ പേപ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പേപ്പർ മാത്രം എടുക്കുക. ഈ പേപ്പറിനെ നമ്മൾ സമചതുരമാക്കി മാറ്റുക. സമചതുരമാക്കി മാറ്റുന്നതിന് ഇതാ ഇങ്ങനെ ചേർത്ത് മടക്കുക. അതിനുശേഷം താഴെയുള്ള ആ റെക്റ്റാങ്കിൾ ഭാഗം മുറിച്ച് കളയുക. മടക്കി കഴിയുമ്പം നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പേപ്പർ ഉണ്ടാവുക. ഇതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഭാഗത്തെ മുറിച്ച് മാറ്റിയാൽ ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമേ കത്രിക അല്ലെങ്കിൽ കത്തിയോ എടുത്തിട്ട് ഈ അടിയിലുള്ള ഭാഗത്തെ മുറിച്ച് മാറ്റുക. അപ്പം മുറിച്ച് മാറ്റുമ്പം ഇതാ ഇപ്പം ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒരു കഷ്ണം കിട്ടും. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ലാതെ മാറ്റി കളയാം. ഇങ്ങനെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ വക്കിനെ താഴത്തെ വക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. എന്നിട്ട് അത് നോക്കുക. അപ്പം നമുക്ക് ഇതുവഴി ഒരു രേഖയുണ്ടാവും. ഇനി ചെയ്യേണ്ടത് മുകളിലുള്ള വക്കും താഴെയുള്ള വക്കും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ രേഖയിലേക്ക് മടക്കണം. നടുവിലോട്ടൊരു രേഖ ഉണ്ടാക്കിയില്ലേ, ആ രേഖയിലേക്ക് മടക്കണം. മുകളിലത്തെ വക്കിനെ ഞാൻ മടക്കുന്നു. ഇനി ഇതുപോലെ താഴത്തെ വക്കിനെ മടക്കുക. മടക്കി കൃത്യമായിട്ട് നടുക്ക് വരുന്ന പോലെ മടക്കി അമർത്തി മടക്കുപാടുണ്ടാക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൽ താഴത്തെ വക്കിനെ മാത്രം നിവർത്തുക. ശ്രദ്ധിക്കുക, മുകളിലത്തെ വക്ക് മടങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. താഴത്തെ വക്കിനെ മാത്രമേ നമ്മളിപ്പം നിവർത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം ഉണ്ടാക്കിയ രേഖകൾ ഇവിടെയുണ്ടല്ലോ, നടുക്കുണ്ട്, ഇവിടെയുണ്ട്. ഈ 4 മൂലകളും നമ്മൾ അതിൻ്റെ അടുത്തുള്ള രേഖകളിലേക്ക് ചേർത്ത് മടക്കാൻ പോവുകയാണ്. അതായത് ഈ ഒരു മൂലയെ നമ്മൾ ഇതാ ഇങ്ങനെ ഇതിനോട് ചേർത്ത് മടക്കും. ഈ മൂലയെ നമ്മൾ നടുക്കുള്ള ആ വരയിലോട് ചേർത്ത് മടക്കുന്നു. നേരെ തിരിച്ചു പിടിച്ചിട്ട് ഈ മൂലയെയും നമ്മൾ ഇവിടെ ഉള്ള ഈ ഒരു ലൈനിലേക്ക് ചേർത്ത് മടക്കണം. ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം അപ്പം നമ്മൾ 4 മൂലകളും മടക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ വക്കും താഴത്തെ വക്കും ഉണ്ട്. ഇപ്പം ഇങ്ങനെ നമ്മൾ വീതി കുറഞ്ഞ ഷേപ്പിലുള്ളതല്ലേ, ഇതിൽ മുകളിലത്തെ വക്കിനെയും താഴത്തെ വക്കിനെയും ഈ രേഖകൾ, മുകളിലത്തെ വക്കിനെ ഈ രേഖയിലേക്കും താഴത്തെ വക്കിനെ ഈ രേഖയിലേക്കും മടക്കണം. ഇതാ ഇങ്ങനെ പേപ്പർ പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മടക്കണം. ഇപ്പം മുകളിലത്തെ വക്കിനെ നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി താഴത്തെ വക്കിനെ മടക്കണം. അപ്പം അതിനെ നേരെ തിരിച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് മടക്കി കഴിഞ്ഞാൽ കുറച്ച് സൗകര്യം ഉണ്ടാവും. അപ്പം ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇപ്പം ഇതാ അപ്പോൾ ഒരു വക്ക് ആക്ച്വലി നമ്മളൊരു മടക്കുള്ളതുകൊണ്ട് അത് മടക്കാനായിട്ട് ഇച്ചിരി ശ്രമം കൊടുക്കേണ്ടി വരും, ബലം കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ 2 വക്കും മടക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കാണാം, ഇവിടെയും ചെരിഞ്ഞ് കാണാം, ഇവിടെയും ചെരിഞ്ഞ് കാണാം, ഇവിടെയും ചെരിഞ്ഞ് കാണാം. അപ്പം ഈ ചെരിഞ്ഞ് കിടക്കുന്ന ഇതുവഴി, ഇത് കണ്ടോ ഇവിടെ, ഇതുവഴി ഒരു ഇപ്പം ഇത് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞതാണ്. അപ്പം അതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ഒരു ചെരിവുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ഒരു ചെരിവുണ്ട്, ഇവിടെ ഒരു ചെരിവുണ്ട്, ഇതിവിടെ ഒരു ചെരിവുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉൾഭാഗത്തുള്ള ചെരിവുണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ മടക്കും. മടക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് അവിടെ അമർത്തി വരഞ്ഞതിന് ശേഷം അതിനെ
മുഴുവനായിട്ട് നൂർക്കത്തില്ല, ഒരു 90 ഡിഗ്രിയിൽ നൂർക്കും. അപ്പം ഇവിടെ മടക്കിയതുപോലെ തന്നെ നമ്മൾ മറുവശത്തും മടക്കാൻ പോകും. അപ്പോൾ അതിനുവേണ്ടി അതിങ്ങനെ ഇങ്ങനെ തിരിച്ചു പിടിച്ചെടുത്ത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ 90 ഡിഗ്രിയിൽ മടക്കും. അപ്പം നമുക്ക് ഈ ഒരു ആകൃതിയിൽ ആയിരിക്കും നമ്മുടെ ഇപ്പോൾ കടലാസ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം പൂർത്തിയായി, പക്ഷേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ കടലാസിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പം ഇതിൽ ഇവിടെ കട്ടി കുറഞ്ഞത് ഇവിടെ കട്ടി കൂടിയത് വേണം. അപ്പം ഇങ്ങനെ കൈ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ മടക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം ഈ കട്ടി കൂടിയ, അതായത് തിക്നെസ് കൂടിയ ഭാഗം മുകളിൽ വരുന്നത് പോലെ ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച് കൈ കൊണ്ട് ചെറുതായിട്ടും തട്ടിക്കൊടുക്കുക. കണ്ടോ? തട്ടിക്കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് ഒന്നും വീണ് കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് വരുന്നുണ്ട്. കണ്ടോ? നോക്കിക്കോണേ. കണ്ടോ? വീണ്ടും ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളറിലുള്ള കടലാസ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇപ്പം കട്ടിയുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ വെക്കാം. എന്നിട്ട് ഇത് നോക്കി, ഇതൊന്ന് തട്ടിക്കഴിഞ്ഞാൽ നോക്കി എന്നാ സംഭവിക്കുന്നത്. കണ്ടോ? മറിഞ്ഞ് വീണ്ടും വന്ന് നോക്കിയോ എങ്ങനെ മറിയുന്നത്. ഒന്ന് മറിയുന്നു, മറിഞ്ഞ് വീണിടത്തുനിന്ന് അത് വീണ്ടും എഴുന്നേറ്റ് വരുവാണ് ചെയ്യുന്നത്. അതായത് ഒരു വീഴ്ചയിൽ നിന്ന് അതിന് എഴുന്നേക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോയുടെ പ്രത്യേകത. നമ്മുടെ ചിന്താവിഷയവും ഇത് തന്നെയായിരുന്നു. വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാനുള്ള കഴിവാണ് വിജയം. നമ്മൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൻ്റെ അടിസ്ഥാന സന്ദേശം യഥാർത്ഥത്തിൽ ഇതാണെന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഒരു 2000 വർഷത്തിന് ശേഷവും ജീസസ് ക്രൈസ്റ്റിനെ ലോകമെമ്പാടുമുള്ള ആളുകൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്? അദ്ദേഹം ഒരു നല്ല തച്ചനായിരുന്നില്ല, സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു അല്ലേ, നല്ല സ്ഥിര വരുമാനമുള്ള ജോലിയൊന്നും ഉള്ളതായിട്ട് എങ്ങും നമുക്കറിയത്തില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ വിലയിരുത്തൽ വെച്ചിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ വിജയിച്ച മനുഷ്യനാണോ അതോ പരാജയപ്പെട്ട മനുഷ്യനാണോ? ബാങ്കിൽ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നതായിട്ട് യാതൊരു രേഖകളുമില്ല. അപ്പം നമ്മുടെ ഇന്നുള്ള നിലവാരത്തിലുള്ള നമ്മുടെ ഒരു വിലയിരുത്തലിൽ അദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നും ബഹുമാനിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് പോകാവുന്ന പരാജയത്തിൻ്റെ പരമാവധി അദ്ദേഹം പോയി അല്ലേ? കുരിശിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും ഹീനമായ, ഏറ്റവും മ്ലേച്ഛമായ ഒരവസ്ഥയാണ്. അപ്പം ശാരീരികമായിട്ട് മരണതുല്യമായ അവസ്ഥയെ വരിച്ചിട്ട് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. നമുക്കൊരു 2 ഉദാഹരണങ്ങൾ എടുത്ത് നോക്കാം. 2 ആൾക്കാരുടെ കാര്യം. ഒരാൾക്ക് ധാരാളം പണമുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ ബിസിനസ്സിനൊക്കെ പരാജയം പറ്റും. അപ്പോൾ അയാൾ വേഗം പോയി ആത്മഹത്യ ചെയ്തെന്നിരിക്കട്ടെ. ഇനി വേറൊരാൾ, അപ്പോൾ അയാൾക്കും കുറേ പണം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. അയാൾക്ക് ബിസിനസ്സിൻ്റെ പരാജയം വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? പുതിയൊരു പന്ഥാവിലേക്ക് മാറി നോക്കി, വീണ്ടും എങ്ങനെയെങ്കിലും ഉയർന്നു വരാനായിട്ട് നോക്കി. ഇതിലിപ്പം നമ്മൾ ആരെയാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്? ആത്മഹത്യ ചെയ്തയാളെയാണോ അതോ ഒരു പരാജയം ഉണ്ടായപ്പം അതിനകത്ത് തളരാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചയാളെയാണോ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവരെയാണ് അല്ലേ, വീണുപോയവരെ അല്ല. നാം യഥാർത്ഥത്തിൽ ജീസസിനെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണം ജീസസ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്, വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്. അപ്പം ഈ ഒരു പാഠം, ഈ ഒരു ടോയിയുടെ പാഠം നമുക്ക് നൽകുന്നതും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകും, ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകും. ആ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് വീണ് കിടക്കാതെ വീണ്ടും ഉയർത്തെഴുന്നേക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പം അതിനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഒരു കഴിവിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതല്ലാതെ ഇന്ന് നമ്മുടെ കയ്യിൽ പണമുണ്ടോ, പദവിയുണ്ടോ, രോഗമില്ലാത്ത അവസ്ഥയുണ്ടോ, ഇതൊന്നുമല്ല കാര്യം. എന്ത് അവസ്ഥ നമ്മളിൽ വന്നു കഴിഞ്ഞാലും, അപ്രതീക്ഷിതമായ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ പോലും ആ അവസ്ഥകളിൽ തളരാതെ നമുക്ക് ആ അവസ്ഥകളെ അതിജീവിക്കാനായിട്ട് കഴിയണം. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയം. അതുകൊണ്ട് തന്നെ
നാം എല്ലാവരും യഥാർത്ഥത്തിലുള്ള ജീവിത വിജയത്തിനാവണം തേടേണ്ടത്. അത് ഒരിക്കലും താൽക്കാലികമായിട്ടുള്ള സമ്പത്ത് കൊണ്ടോ പദവി കൊണ്ടോ ജോലി കൊണ്ടോ ഒന്നും നമുക്ക് ലഭ്യമാകുന്നതല്ല. അതൊരു മനോഭാവമാണ്. നിങ്ങൾക്ക് എന്തുണ്ട് എന്നതല്ല, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, എങ്ങനെയാണ് ആ അനുഭവത്തെ നേരിട്ടിട്ട് ആ അനുഭവത്തിന് ഉപരിയായിട്ട് നിങ്ങൾ ഉയർന്നു വരുന്നത്, അതിലാണ് നിങ്ങളുടെ ജീവിത വിജയം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നും മനസ്സിലായിരിക്കുന്നു. വീണ്ടും അടുത്ത ആക്ടിവിറ്റിയുമായി മറ്റൊരു ദിവസം. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന കാഴ്ചകളാണല്ലോ ഈ മാണിക്യച്ചെപ്പിൽ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കേണ്ട കേട്ടോ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പ്രാർത്ഥനയിലൂടെ പരസ്പരം നമുക്ക് ഓർക്കാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നത് വരെ ബൈ.